പക്ഷെ അതിനകത്ത് തീരുമാനമെടുത്തിരിക്കുന്നത് വി ശിവൻകുട്ടിയല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 2 മാസത്തിന് മുമ്പുള്ള ഒരു മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്നുണ്ട്. അത് അജണ്ടയായിട്ട് തന്നെയാണ് വരുന്നത്, ഔട്ട് ഓഫ് അജണ്ട അല്ല, അജണ്ടയായിട്ട് തന്നെയാണ് വരുന്നത്. അന്ന് അജണ്ടയായിട്ട് വരുന്ന സമയത്ത് മന്ത്രി പി പ്രസാദാണ് ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുന്നത്. പാർട്ടിക്ക്, അത് അദ്ദേഹം വ്യക്തിപരമായി പറയുന്നതല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ഈ വിഷയത്തിൽ എതിർപ്പുണ്ട്, അതുകൊണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാട്, അവരുടെ പാർട്ടിയുടെ നിലപാട് പി പ്രസാദാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊന്നും നടന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ അജണ്ടയിൽ നിന്ന് അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വരുന്നുണ്ട്. അപ്പോഴും CPIയുടെ എതിർപ്പ് മന്ത്രി കെ രാജനടക്കമുള്ളവർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും അത് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നീട് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് പോലും വരാതെ, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ, CPIയുമായി ചർച്ച ചെയ്യാതെ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ബിനോയ് വിശ്വവുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇത് ഞങ്ങൾ പറയേണ്ട ഫോറങ്ങളിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ഉന്നയിക്കും. അത് നടപ്പാക്കേണ്ടതല്ല, അത് സംഘപരിവാർ വൽക്കരണവുമായി, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് അത് സംഘപരിവാർ വൽക്കരണമാണ്. ആ സംഘപരിവാർ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അത് നടപ്പാക്കേണ്ടതില്ല എന്ന ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായി വ്യക്തമാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിഷാദ്, ഒരു കാര്യം വ്യക്തമാണ്, അതിനകത്ത് മുഖ്യമന്ത്രിയാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാതെ പോയില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CPIയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ച് പരിഹരിച്ചോളാം എന്നുള്ളൊരു നിലപാട് വി ശിവൻകുട്ടി അടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുമായിരിക്കാം, മന്ത്രിസഭാ യോഗത്തിൽ അവർ എതിർപ്പ് രേഖപ്പെടുത്തുമായിരിക്കാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് 1466 കോടി രൂപ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2016 അധികാരത്തിൽ വരുന്ന സമയത്ത് 4 അജണ്ടകളാണ് അവർക്കുണ്ടായിരുന്നത്, 4 മിഷനുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഉള്ളതായിരുന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ ഒരു നിലവാരം നമ്മൾ മാറുന്നത് കണ്ടതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ പൈസ വരട്ടെ, അത് സ്കൂളുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്